ബി.ജെ.പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക നാളെ പുറത്തിറങ്ങും. മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. പാവപ്പെട്ടവർക്കും സ്ത്രീകൾക്കും യുവാക്കൾക്കും കർഷകർക്കുമുള്ള പദ്ധതികൾ ഉണ്ടാകും എന്നാണ് സൂചന. സബ്കെ സാത്ത് സബ്കെ വികാസ് എന്ന മുദ്രാവാക്യത്തിലൂന്നിയ പദ്ധതികളാണ് പ്രകടന പത്രികയിൽ ഉള്ളതെന്ന് ബി.ജെ.പി നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 400-ലധികം സീറ്റുകൾ നേടുക എന്നതാണ് ബി.ജെ.പി നയിക്കുന്ന എൻ.ഡി.എയുടെ ലക്ഷ്യം. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ സുവി വിശ്വനാഥൻ നൽകും ന്യൂസ് ഡെസ്കിൽ നിന്ന്. സുവി, ബി.ജെ.പിയുടെ പ്രകടന പത്രിക സ്വാഭാവികമായും പ്രധാനമായി സാധാരണക്കാരെ ഊന്നിക്കൊണ്ടുള്ളതാകും എന്നാണോ കരുതേണ്ടത്? പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വലിയ പരിഗണനയുണ്ടാകും എന്ന് നരേന്ദ്രമോദി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 2047 ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുന്നതിനുള്ള മാർഗരേഖ കൂടിയാകും ഈ പ്രകടന പത്രിക എന്നാണോ വിലയിരുത്തപ്പെടേണ്ടത്? മനു, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനു മുമ്പായി ഇപ്പോൾ ബി.ജെ.പി പ്രകടന പത്രിക പുറത്തിറക്കുകയാണ്. നാളെ രാവിലെയാണ് ബി.ജെ.പിയുടെ പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. രാവിലെ 8:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രകടന പത്രിക പുറത്തിറക്കുക. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ തന്നെ ജെ.പി. നദ്ദ തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 3 പേരും ചേർന്നായിരിക്കും ഈ പ്രകടന പത്രിക പുറത്തിറക്കുക. സങ്കൽപ് പത്ര എന്ന പേരിലാണ് ബി.ജെ.പി ഇത്തവണ പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. അതിൽ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകൾ, പാവപ്പെട്ടവർ, കർഷകർ, യുവാക്കൾ ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം തന്നെ വലിയ പരിഗണന ഉണ്ടാകും എന്നാണ് ബി.ജെ.പി പറയുന്നത്. നമുക്കറിയാം, നേരത്തെ ബജറ്റ് പ്രഖ്യാപന വേളയിലെല്ലാം തന്നെ ഈ 4 വിഭാഗങ്ങളെ തിരിച്ചുകൊണ്ടാണ് തങ്ങൾ വികസനവുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് ബി.ജെ.പി അറിയിച്ചിരുന്നത്. അതിൽ ഒരു കാര്യം, ഈ സങ്കല്പ പത്രത്തിന് മുന്നേ ഇറങ്ങിയ കോൺഗ്രസിന്റെ ന്യായ് പത്രത്തിൽ പ്രത്യേകിച്ച് ഇത് പിന്നോക്ക വിഭാഗങ്ങളിലുള്ള അതുപോലെ ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ കുടുംബങ്ങളിലേക്ക് ഒരു വർഷം 1 ലക്ഷത്തോളം രൂപ വരുമെന്ന വലിയ ഒരു ഗ്യാരണ്ടിയാണ് നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിനെ മറച്ചുവെക്കുന്ന, അതിനെ കവച്ചുവെക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? സ്വാഭാവികമായും കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ കവച്ചുവെക്കുന്ന തരത്തിലുള്ള പ്രകടന പത്രികയായിരിക്കും പുറത്തിറക്കുക എന്ന് നേരത്തെ മുതൽ തന്നെ ബി.ജെ.പി അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ ആയിരിക്കുമോ എന്ന് അത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പ്രധാനമായിട്ടും പറയുന്നത് യുവാക്കളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രകടന പത്രികയായിരുന്നു. 5 ന്യായ് 25 ഗ്യാരണ്ടി എന്നായിരുന്നു കോൺഗ്രസ് പ്രകടന പത്രികയിൽ എന്നതിൽ ഊന്നിയാണ് കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. എങ്കിൽ മോദിയുടെ ഗ്യാരണ്ടി വികസിത ഇന്ത്യ 2047 എന്ന പേരിലാണ് ഇപ്പോൾ ബി.ജെ.പി പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. ഇതിന് 4 ലക്ഷത്തോളം നിർദ്ദേശങ്ങൾ ബി.ജെ.പി സ്വീകരിച്ചിരുന്നു. രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ സമിതി, ഇതിനോടകം തന്നെ അദ്ദേഹം അധ്യക്ഷനായ 27 അംഗ സമിതിയാണ് ഈ പ്രകടന പത്രിക തയ്യാറാക്കുന്നത്. നാളെ ഈ പ്രകടന പത്രിക പുറത്തിറക്കുകയും ചെയ്യും. പുറത്തിറങ്ങിയാൽ എത്രത്തോളം എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരു തയ്യാറെടുപ്പോട് കൂടിയാണ് ഈ പ്രകടന പത്രിക തയ്യാറാക്കിയത്. സുവി സൂചിപ്പിച്ച പോലെ രാജ്നാഥ് സിംഗ് ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ, നിർമ്മല സീതാരാമൻ കോർഡിനേറ്ററായിരുന്നു, പീയൂഷ് ഗോയൽ മറ്റൊരു പ്രധാന പങ്കുവഹിച്ച് സഹ കോർഡിനേറ്ററായി ഉണ്ടായിരുന്നു. 30-ലധികം ആളുകൾ ഉൾപ്പെട്ട ഒരു സമിതി. സുവി സൂചിപ്പിച്ചതുപോലെ നിരവധി ആളുകളിൽ നിന്ന്, ദശലക്ഷം ആളുകളിൽ നിന്ന് അവർ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആരാഞ്ഞു. അതുപോലെ പ്രത്യേക ആപ്പ് വഴി, മോദി ആപ്പ് വഴി ഈ വിവരങ്ങൾ, എന്തൊക്കെ ആളുകളുടെ ആവശ്യം എന്നതിനെ സംബന്ധിച്ച് ആരാഞ്ഞു. അങ്ങനെ വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് എത്താനൊക്കെ ഉള്ള വലിയ ശ്രമം ഈ പ്രകടന പത്രികയുടെ ഭാഗമായി ഉണ്ടാകും എന്ന് വ്യക്തവുമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നത്, ഡോക്ടർ ബി.ആർ. അംബേദ്കറിൻ്റെ ജന്മദിനത്തിൽ കൂടിയാണ് ഈ പ്രകടന പത്രിക പുറത്തു വരുന്നത്. പിന്നോക്ക വിഭാഗങ്ങളെ ബി.ജെ.പിയിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള ശ്രമം പാർട്ടി പല ഘട്ടങ്ങളിലായി നടത്തുന്നു. പലയിടങ്ങളിൽ അത് വിജയിച്ചു എന്ന് പാർട്ടി അവകാശപ്പെടുന്നുമുണ്ട്. അംബേദ്കറെ പട്ടേലിന് ശേഷം ബി.ജെ.പി കൂടുതൽ ശക്തിയോടുകൂടി സ്വന്തമാക്കുന്നു എന്ന് വേണോ കരുതാൻ? സ്വാഭാവികമായും ആ രീതിയിൽ തന്നെ ഒരു വിലയിരുത്തലിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടി വരും. പ്രത്യേകിച്ചും അംബേദ്കറിന്റെ ഓർമ്മിക്കപ്പെടുന്ന ദിവസത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രകടന പത്രിക പുറത്തിറക്കുന്നത് എന്നത് ഏറ്റവും എടുത്തു പറയണം. പക്ഷേ ഒപ്പം തന്നെ അതിൽ പറയുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിയായിരുന്നു കോൺഗ്രസിന്റെ ഒരു പ്രകടന പത്രികയെങ്കിൽ സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, പിന്നോക്കാവസ്ഥയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്പർശിക്കുന്നതായിരിക്കും ബി.ജെ.പി
BJPയുടെ പ്രകടന പത്രിക എന്നാണ് പ്രധാനമായും കരുതുന്നത്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പേരിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ച ശേഷമാണ് ഇത്തരത്തിൽ ഒരു പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും 4 വിഭാഗങ്ങളിൽ തിരിച്ചുകൊണ്ട് അവരുടെ വികസനം ലക്ഷ്യമാക്കുക എന്നതാണ് BJP ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ, കർഷകർ, പാവപ്പെട്ടവർ, യുവാക്കൾ ഇവർക്കെല്ലാം തന്നെ മികച്ച പരിഗണന നൽകുന്ന തരത്തിലുള്ള ഒരു പ്രകടന പത്രികയാണ് രൂപം നൽകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പ്രത്യേകിച്ചും 2019 ഇപ്പോൾ 19-ാം തീയതിയാണ് തമിഴ്നാട്ടിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട് ഏറ്റവും അധികം BJP ഇത്തവണ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കണം എന്നൊരു കാര്യം. മറ്റൊരു പ്രധാന കാര്യം, ഈ പ്രകടന പത്രികകളെ കുറിച്ച് BJP പ്രകടന പത്രികകളെ കുറിച്ച് പറയുമ്പോൾ ഓർത്തുപോകുന്നത് 2004 തൊട്ട് ഈ പ്രകടന പത്രികകളിൽ എപ്പോഴും അത് ആദ്യം കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകർ നോക്കുന്നത് അതിൽ വിവാദപരമായി എന്തൊക്കെ ഉണ്ട് എന്നായിരുന്നു. അപ്പോൾ 2004 പ്രകടന പത്രിക ഇറങ്ങിയപ്പോൾ അതിൽ രാം ജന്മഭൂമി ഉണ്ടോ, അതുപോലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കുമെന്ന കാര്യമുണ്ടോ എന്നൊക്കെ നമ്മൾ സഗൗരവം നോക്കിയിരുന്നു. അത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ 2019-ലും ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടെ നോക്കിയിരുന്നു. പക്ഷേ ഈ പ്രകടന പത്രികയിൽ അതിനെന്തെങ്കിലും സാധ്യത, കാരണം അത് കഴിഞ്ഞു, രാം ജന്മഭൂമി ക്ഷേത്രം അത് നിർമ്മിച്ചു കഴിഞ്ഞു, ഇനി ബാക്കി കുറേ കൂടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട് എന്നത് ഒരു വശത്ത്, ആർട്ടിക്കിൾ 370 റദ്ദാക്കുക എന്ന BJPയുടെ കാലങ്ങളായുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനം അതും നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് പൗരത്വ നിയമമാണ്, അതും കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വിവാദപരമായ എല്ലാ ഇത്തരം പ്രകടന പത്രിക വാഗ്ദാനങ്ങൾ ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി പുതിയ എന്തെങ്കിലും വിവാദ പ്രഖ്യാപനങ്ങൾ ഈ പ്രകടന പത്രികയിൽ ഉണ്ടാകുമോ എന്ന് സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർക്ക് ഒരു സംശയമുണ്ടാകാം. അങ്ങനെ ഒന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണോ ഇത്തവണ കരുതേണ്ടത്? മനു, ഏറെ നാളുകളായി നമുക്കറിയാം, വർഷങ്ങളായി BJP പ്രകടന പത്രികയിൽ ഉന്നയിക്കുന്ന കാര്യങ്ങളായിരുന്നു രാമജന്മഭൂമി, രാമക്ഷേത്ര നിർമ്മാണം, അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം, ഒപ്പം തന്നെ ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചുള്ള ആർട്ടിക്കിൾ 370 റദ്ദാക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. ആ കാര്യങ്ങളെല്ലാം തന്നെ BJP നിറവേറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒപ്പം തന്നെ ഈ CAA-യുമായി മുന്നോട്ട് പോകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഒപ്പം ഇതിൽ എന്തെങ്കിലും വിവാദപരമായ കാര്യങ്ങൾ BJP ഉയർത്തുമോ എന്നത്, അതായത് അടുത്ത ലക്ഷ്യം എന്താണ് എന്നത് സംബന്ധിച്ച ഒരു വ്യക്തമായ മാർഗനിർദ്ദേശം കൂടെ നൽകുന്നതായിരിക്കും ഇത്തവണത്തെ പ്രകടന പത്രിക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി മോദിയുടെ ഗ്യാരണ്ടിയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടികളാണ് പ്രധാനമായും നരേന്ദ്രമോദി വിവിധ സംസ്ഥാനങ്ങളിൽ അദ്ദേഹം പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴെല്ലാം തന്നെ പറയുന്നത് മോദിയുടെ ഗ്യാരണ്ടിയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചാരണത്തിനാണ് മുൻതൂക്കം നൽകുന്നത്. പ്രത്യേകിച്ചും 2047 ഇന്ത്യയെ ഒരു വികസിത ഇന്ത്യയാക്കുക എന്ന ലക്ഷ്യം പൂർത്തിയാക്കുക, ഒപ്പം തന്നെ സ്ത്രീകൾക്ക് വലിയ തോതിലുള്ള പരിഗണന നൽകുക, അതിനുള്ള ശ്രമങ്ങളാണ് BJP നടത്തുന്നത് എന്നാണ് പറയുന്നത്. അതിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചാരണങ്ങളാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ വിവാദമായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടപ്പാക്കിയ പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് അവരുടെ ഒരു നീക്കം എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നത് തന്നെയായിരിക്കും പ്രകടന പത്രിക. അത് പറയുമ്പോൾ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ CAA സംബന്ധിച്ച് ഈ ന്യായ് പത്ര പുറത്തിറക്കിയപ്പോൾ CAA സംബന്ധിച്ച് കോൺഗ്രസ് ഒന്നും തന്നെ മിണ്ടിയില്ല എന്നൊരു വിമർശനം CPM-ന്റെയും മറ്റു ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. CPM-ഉം CPI ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ നേരത്തെ തന്നെ പ്രകടന പത്രികകൾ പുറത്തിറക്കിയിരുന്നു. അവരുടെ പ്രകടന പത്രികകളിൽ പ്രധാനമായും CPM-ന്റെ പ്രകടന പത്രികയിലും CPI-യുടെ പ്രകടന പത്രികയിലും ഉൾപ്പെടെ പ്രധാനമായും പറഞ്ഞത് ഈ CAA പിൻവലിക്കും, അതുപോലെ തന്നെ UAPA പിൻവലിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു. പ്രത്യേകിച്ചും കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് CAA സംബന്ധിച്ചൊരു പ്രസ്താവന, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിൽ മൗനം പാലിച്ചത് എന്നൊരു ചോദ്യം CPM-ന്റെ ഭാഗത്തു നിന്ന് നിരന്തരം ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും നാളെ 8:30 BJP പ്രകടന പത്രിക പുറത്തിറക്കുക. ഒരു പ്രകടന പത്രിക എന്നതിനപ്പുറം എന്താണ് BJPയുടെ ഭാവി നീക്കങ്ങൾ എന്നത് വ്യക്തമായി മനസ്സിലാക്കുന്ന തരത്തിലുള്ള പത്രികയായിരിക്കും പുറത്തിറക്കുക. മനസ്സിലാക്കേണ്ടത്. അതെ, വളരെ നന്ദി സുവി. ന്യൂസ് ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. നാളെ ഈ NRC-യെ സംബന്ധിച്ച് എന്തെങ്കിലും പരാമർശം ഈ പ്രകടന പത്രികയിൽ ഉണ്ടാകുമോ എന്നായിരിക്കും പൊതുവെ മാധ്യമപ്രവർത്തകരെല്ലാം ഉറ്റുനോക്കുന്നത് എന്ന് തോന്നുന്നു.